ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു വെട്ടി കഷ്ണം വെച്ചിട്ട് ഒരു കുഞ്ഞ് ഒരു 3 വയസ്സ് തൊട്ട് 6 മാസം വരെ പ്രായമായിട്ടുള്ള കൊച്ചിന് ഒരു അടിപൊളി ഒരു ഉറ്റുടുപ്പ് തയ്ച്ചെടുക്കാം. അപ്പം അതെങ്ങനെ തയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ 2 കഷ്ണം തുണിയായിട്ട് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് നെറ്റും. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കുട്ടി ഉടുപ്പ് തയ്ക്കണതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 പീസാണ് എനിക്ക് കിട്ടിയത്. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. 3 മാസം തൊട്ട് 6 മാസം വരെ പ്രായമുള്ള കുട്ടിയെന്ന് പറയുമ്പോൾ ഒരുപാട് ചെസ്റ്റ് അളവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ കഷ്ണത്തിൽ നിന്ന് തന്നെ അത്യാവശ്യം വണ്ണത്തിൽ ഒരു മുകളിൽ ചെസ്റ്റ് ഭാഗം നമുക്ക് കിട്ടും കേട്ടോ ഇതിനകത്ത് നിന്ന്. അപ്പോൾ ഞാൻ 3 ഇഞ്ച് ഇറക്കത്തിലാണ് കഴുത്തെടുത്തിരിക്കുന്നത്. പിന്നെ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് 1.5 ഇഞ്ചായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഷോൾഡർ 1 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അത് ഷോൾഡറായിട്ടൊന്നും വരില്ല, നമ്മളവിടെ ഒരു വള്ളി വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ആം ഹോള് കൈക്കുഴി ഞാനൊരു 3 ഇഞ്ചായിട്ട് എടുത്തിരിക്കുന്നത്. കുഞ്ഞു കൊച്ചല്ലേ, അപ്പോൾ അത് മതിയാകും. ഇനി നമുക്ക് കഴുത്തൊന്ന് വി ഷേപ്പിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. കാരണം നമ്മൾ വള്ളി വെച്ചിട്ട് ആണ് കെട്ടണേ, അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ ഓപ്പണൊന്നുമില്ല. അപ്പോൾ വി ഷേപ്പിനൊക്കെയാട്ടോ നമ്മൾ അതിന് വെച്ച് കൊടുക്കണേ. അതായിരിക്കും നമ്മൾ വള്ളി വെച്ച് തയ്ക്കുന്ന ടോപ്പിനൊക്കെയും ഉടുപ്പുകൾക്കൊക്കെയും വീനൊക്കെ തയ്ക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാകുന്നത്. പിന്നെ ചെസ്റ്റ് അളവ് 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് നമുക്ക് ഷോൾഡർ വരച്ച് യോജിപ്പിക്കാം. കൈക്കുഴി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ അടിവണ്ണം, ഇതിൻ്റെ അടിവണ്ണം ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അടിവണ്ണം ഏകദേശം എനിക്ക് ഇതിനകത്ത് ഒരു 9 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അതിനകത്ത് നിന്നും 1 ഇഞ്ച് അകത്തേക്ക് തള്ളിയിട്ട് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അപ്പോൾ അതിനകത്തേക്ക് വേണം ആം ഹോള് ഇതിനകത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കാൻ. അപ്പം നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ബാക്കിയൊക്കെ നമ്മൾ വലിയ ആൾക്കാരുടെ ഷോപ്പിൻ്റെ ചെസ്റ്റ് പീസ് വെട്ടിയെടുക്കുമ്പോൾ തന്നെയായിട്ട് ഇതിനകത്തും വെട്ടിയെടുക്കുന്നത്. പിന്നെ അളവുകളെല്ലാം വളരെ കുറച്ച് മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. ആദ്യം നമുക്ക് നെക്ക് വെട്ടാം. വി ഷേപ്പാണ്, ഞാനൊന്ന് റൗണ്ട് ചെയ്തൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ സ്ട്രൈറ്റ് അല്ല വെട്ടിയേക്കുന്നത്. ഇനി അടിയൊന്ന് വെട്ടി ലെവൽ ചെയ്ത് കൊടുക്കാം. അടി വെട്ടുമ്പോൾ മുകളിലേക്ക് 1 ഇഞ്ച് ഞാൻ കയറ്റി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സൈഡ് നമ്മൾ സ്കേർട്ട് പീസ് വയ്ക്കുമ്പോൾ തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്ക് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ വെട്ടി കൊടുക്കാം. ഒരു 3-3.5 ഇഞ്ചൊക്കെ മതി കേട്ടോ ആം ഹോള്. അതിൽ കൂടുതലൊന്നും വേണ്ട. കാരണം കുട്ടിയുടെ പ്രായം നമ്മൾ നോക്കണം. 3 മാസം തൊട്ട് 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞു കൊച്ചിനാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ആം ഹോളും കാര്യങ്ങളൊക്കെ മതി. ഇപ്പോൾ നമ്മൾ മുകളിലെ ഭാഗം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ലൈനിങ് ആണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ ലൈനിങ്ങിൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി നമുക്ക് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം തേരാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വെച്ചത്. 1/2 ഇഞ്ച് തള്ളിയിട്ട് വേണം നമ്മൾ ലൈനിങ് വെട്ടാനായിട്ട്. അത് ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മൾ 1/2 ഇഞ്ച് തള്ളി വേണം വെട്ടാൻ. നമ്മുടെ നല്ല പീസിൻ്റെ ഒപ്പത്തിനൊപ്പം വെച്ച് ലൈനിങ് പീസ് ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യരുത്. അതുമാത്രമല്ല നെക്കിൻ്റെ അങ്ങോട്ട് ചേർത്തിട്ടായിട്ട് വെട്ടരുത്. നമ്മൾ തയ്യൽ തുമ്പ് എൻ്റെ ഭാഗത്തേക്ക് വേണം 1/2 ഇഞ്ച് നമ്മൾ തള്ളിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ലൈനിങ് പീസും വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 വള്ളി വേണം. അപ്പോൾ വള്ളിക്കുള്ളൊരു പീസ് 1 ഇഞ്ച് അളവിൽ വീതിയിലും പിന്നെ നീളം നമുക്ക് എന്തോരം വള്ളിക്ക് നീളം വേണോ അത്രയും. അതിന് പ്രത്യേകിച്ച് വള്ളിയുടെ നീളത്തിന് അളവൊന്നുമില്ല. 1 ഇഞ്ച് വീതി മതിയാകും. അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ തുണിയിലേക്ക് നല്ല പീസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഈ മുകളിലെ പീസിൽ നിറച്ച് മുത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ആർന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അത് തെന്നി നീങ്ങി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കത് വള്ളി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വള്ളി അടിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കാം. ഇനി നമുക്ക് ഈ വള്ളി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചെടുക്കുമ്പോൾ ലൂപ്പ് ഹോളിൽ ഇതുപോലെ കയറ്റിയിട്ട് ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്കിനകത്തേക്ക് ഈ തുണി ഒന്ന് കയറ്റി ഇതുപോലെ ഒന്ന് കണ്ടോ, ഇതൊരു പിന്ന് പോലെ ഒരു ഭാഗമുണ്ട് അവിടെ. അതിനകത്തേക്ക് ഈ തുണി ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ട് മുകളിലോട്ട് തന്നെ വലിച്ചെടുക്കണം. കീപ്പോട്ടേക്ക് വലിക്കരുത്. മുകളിലേക്ക് തന്നെ ഇതുപോലെ വലിച്ചെടുത്തതിനാൽ നമുക്ക് സുഖമായിട്ട് അത് മറിച്ചെടുക്കാം കേട്ടോ. ഒത്തിരി നേരത്തെ പ്രാക്ടീസിന് ശേഷമായിട്ട് നമുക്ക് ഇതുപോലെ മറിക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ചെറിയ തുണിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അപ്പോൾ
ഇപ്പോൾ നമ്മൾ 2 വള്ളി നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാൻ വള്ളി ആദ്യം ഇതിനകത്തേക്ക് വെച്ച് പിൻ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ വള്ളി ഈ നല്ല തുണിയുടെയും ലൈനിങ്ങിൻ്റെയും നടുക്കായിട്ട് വള്ളി വെച്ച് കൊടുക്കണം. എങ്കിലാണ് നമ്മൾ വള്ളി മറിച്ചടിക്കുമ്പോൾ ഉള്ളിലേക്ക് അതിൻ്റെ തയ്യൽ തുമ്പ് പോകുള്ളൂ. ഇല്ലെങ്കിൽ അത് നമുക്ക് അകത്തേക്ക് നിൽക്കും, നമുക്ക് കാണാൻ പറ്റും. അകത്തേക്ക് പോകണമെങ്കിൽ ഇതുപോലെ വെക്കണം. നമ്മൾ ഇപ്പോൾ ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക്, അത് നമ്മുടെ കൈയുടെ അകത്തേക്ക് നമ്മൾ വള്ളി വെച്ച് കൊടുത്തു. നല്ല തുണിയുടെയും ലൈനിങ് തുണിയുടെയും നടുക്കായിട്ട് നമ്മൾ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വള്ളി നമ്മൾ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്തേക്കണം. കാരണം നമ്മൾ പുറകോട്ടിട്ട് വലിക്കുമ്പോൾ മറിച്ചിട്ട് വലിക്കുമ്പോൾ ചിലപ്പോൾ വള്ളി ഊർന്ന ഒരാളെ സാധ്യതയുണ്ട്. പിന്നെ കുഞ്ഞു കൊച്ചുങ്ങളില്ല, അപ്പോൾ അവർ വള്ളിയിലൊക്കെ പിടിച്ച് എപ്പോഴും വലിക്കും. അപ്പോൾ വള്ളി സ്റ്റിച്ച് പൊട്ടിപ്പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം വള്ളി അടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ താഴോട്ട് ഞെക്കടിച്ച് കൊടുക്കാം. നമ്മളിനി പിന്നെ ഇതിൽ നിന്ന് മിഷീനിൽ നിന്ന് വേർപെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ വെച്ചാൽ നമുക്ക് നേരെ തന്നെ അടിക്കാം. കാരണം നമ്മളിത് ഫുൾ അടിച്ചിട്ട് മറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ തയ്യൽ തുമ്പൊക്കെ സൈഡിൽ കാണും. ഇനി ഇപ്പുറം സൈഡിൽ വന്നു, ഇവിടെ വന്നപ്പോഴും ഇതുപോലെ തന്നെ അവിടുത്തെ പിന്നെ മാറ്റി. അതിനുശേഷം വള്ളി ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തു. വള്ളി ഞാൻ ആദ്യം വെച്ച് കൊടുക്കാൻ മറന്നു പോയതുകൊണ്ടാട്ടോ എനിക്ക് ഈ പാട് വന്നത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനി നമ്മൾ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം വീണ്ടും താഴോട്ടേക്ക് തയ്ച്ചു കൊടുക്കാൻ പോവാണ്. താഴെ തയ്ക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സൈഡ് ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണം. നമ്മൾ മറ്റുള്ള തുണിയിലൊക്കെ വെച്ച് നെക്ക് മാത്രം അടിച്ച് നിർത്തുമല്ല, ഇത് നമ്മൾ ഫുള്ള് സൈഡിലേക്ക് തയ്ച്ച് പോവുകയാണ്. ഇത് ഫുള്ളായിട്ട് നമ്മൾ മറിച്ചിടുകയാണ്. കാരണം ഈ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ നിന്ന് കൊച്ചുങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ള് താഴെ വരെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ കണ്ടോ, ഇവിടെ വന്ന് നിർത്തി. അതിനുശേഷം ഇപ്പുറം സൈഡും നമുക്കതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. സൈഡും കൈക്കുഴിയും തയ്ച്ചു കൊടുക്കണം. ആ വള്ളിയിലേക്ക് സ്റ്റിച്ച് കയറി പിടിക്കാതെ നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നീണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളയാം. കഴുത്തിൻ്റെ അവിടെ എല്ലാം ഇതുപോലെ വെട്ടിയിട്ട് കൊടുക്കണം. എന്നാലും മറിച്ചിടുമ്പോൾ നന്നായിട്ട് മറിഞ്ഞു കിട്ടുള്ളൂ. ഇനി സൈഡൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വള്ളി പിടിച്ചൊന്ന് മറിച്ചെടുക്കാം. ആ മൂലയുടെ ഭാഗമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം കേട്ടോ. എങ്കിലാണ് മൂലയുടെ കുനിപ്പൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ സൈഡൊക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വെട്ടിക്കഴിഞ്ഞു നമ്മൾ മറിച്ചിട്ടു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ മുകൾ ഭാഗം, അതായത് ചെസ്റ്റ് പീസ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കൂടെ നമുക്ക് ഓരോ അടുപ്പും കൂടെ അടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ 2 ഭാഗവും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും അടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടും ബാക്കും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ 2ൻ്റെയും നെക്ക് ഒരുപോലെ തന്നെയാണ് വെട്ടിയേക്കുന്നത്. ഞാൻ പിന്നെ തുമ്പത്ത് വള്ളിയുടെ തുമ്പത്ത് ഇതുപോലെ ഒരു കുഞ്ചലം ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം. ഒരു സൈഡ് മാത്രം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സൈഡ് അടിച്ചൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾക്ക് ആ സൈഡൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഇതായിട്ട് നമ്മുടെ സ്കേർട്ട് പീസ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ഇഞ്ച് എനിക്കിതിന് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 16 ഇഞ്ചൊന്നും വേണ്ട നമുക്ക്, കുഞ്ഞു കൊച്ചല്ല. അപ്പോൾ ഞാനിത് 2ആയിട്ട് ഒന്നുകൂടി മുറിച്ചിട്ടുണ്ട് കേട്ടോ, 8 ഇഞ്ച് വെച്ച്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞത് 8 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ചിൽ ഞാൻ മുറിച്ച് അത് ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നെറ്റ് പീസ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രില്ലും കാര്യങ്ങളൊക്കെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുണി എടുത്തതല്ല, ഇവിടെ ഇരുന്ന് ഞാൻ പണ്ട് തയ്ച്ചിട്ട് വെച്ചായിരുന്നു. ബാലൻസ് തുണിയിൽ നിന്നും ഞാൻ എടുത്ത് തയ്ച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നെറ്റ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫ്രില്ലൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഫ്രില്ലാണ് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 3-4 ഇരട്ടി തുണി നെറ്റിൻ്റെ പീസ് എടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ ബുഷിയായിട്ട് നിൽക്കാൻ പാകത്തിന് ഫ്രില്ലിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഫ്രില്ലിടണമെങ്കിൽ അത്രയും 3-4 ഇരട്ടി തുണി വേണം. പിന്നെ നമുക്കിതൊന്ന് 4 പീസിൻ്റെ മുകളിലേക്ക് വെച്ച് നെറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് തയ്ച്ചു കൊടുക്കാം. നല്ല വസ്തു വെച്ചോണം കേട്ടോ തയ്ച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നെറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റിനിടെ ലൈനിങ്ങിൻ്റെ തുണി വേണം. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി നെറ്റിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി എടുക്കാനായിട്ട്. പിന്നെ ലൈനിങ്ങിൻ്റെ തുണിയുടെ അടി നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം. പിന്നെ ഫ്രില്ലും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അടിയൊന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രില്ലും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ 2 പീസായിട്ടാണ് എനിക്ക് കിട്ടിയതും. ഈ ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ എടുക്കുന്നത് ഇരട്ടി അളവാട്ടോ. അതായത് നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ ഇരട്ടി ഒരിരട്ടി നമ്മൾ എടുത്താൽ മതി. നെറ്റ് നമ്മൾ 3-4 ഇരട്ടി എടുത്താലും ലൈനിങ് ഒരിരട്ടി മാത്രം അളവും മതിയാകും. ഒരുപാട് വേണ്ട. അപ്പോൾ ഒത്തിരി ബൊമ്മ കണക്ക് ഇങ്ങനെ നിൽക്കും. ലൈനിങ് എപ്പോഴും കുറച്ച് മതി. ഒരിരട്ടി എടുത്ത് ഫ്രില്ലിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഒരിരട്ടി എടുക്കാൻ പറഞ്ഞത്.
പിന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ പീസ് നമ്മൾ ഇതിനകത്ത് വെച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു 3 മാസം തൊട്ട് 6 മാസം വരെയുള്ള കുട്ടികളുടെ അളവ് വലിപ്പം നമുക്ക് ഏകദേശം അറിയാലോ. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു ഊഹത്തിലൊരു കണക്കിൽ അങ്ങനെ വെട്ടിയാൽ മതി. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു അളവിൽ വെട്ടാം. പിന്നെ നെക്കൊന്നും ഒത്തിരി ഇറങ്ങിപ്പോകരുത്. ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച്, അതിൻ്റെ 3.5 ഒന്നും വേണ്ടിയല്ല, 3 അല്ലെങ്കിൽ 2.5 അത്രയൊക്കെ മതി. അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാകത്തിനൊക്കെ നമ്മൾ വെട്ടിയാൽ മതി. ഇതൊക്കെ നമുക്കിടെ ഒരു നമ്മൾ സ്ഥിരം തയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ അളവ് ഏകദേശം അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് തയ്ച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും അത്രയും പ്രായമുള്ള കൊച്ചുങ്ങൾക്കൊന്നും ഇല്ല. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി സൈഡ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സൈഡിൽ നമ്മൾ ലൈനിങ് ഉണ്ട്, നെറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഓരോന്നും ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. നെറ്റൊന്നും ലൈനിങ്ങിൻ്റെ തുണിയൊന്നും ഉള്ളിൽ കയറി പിടിക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ധൃതി ഒന്നും പിടിക്കേണ്ട, പതിയെ തയ്ച്ചാൽ മതി കേട്ടോ. നമ്മൾ ഒരുപാട് ധൃതി പിടിക്കുമ്പോൾ അതനുസരിച്ചുള്ള ഏനക്കേട് നമ്മുടെ ഡ്രസ്സിന് വരും. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ താഴത്തേക്ക് ഞാൻ വീണ്ടും ഒരു അടിപ്പോടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് ഞാനിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വള്ളി വേണമെങ്കിൽ വള്ളി വെച്ച് കൊടുക്കാം. ഇനി വലിയ ബോ വെച്ച് കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അതിനൊന്നുള്ള തുണിയോ നെറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 300-350 രൂപയ്ക്കൊക്കെ വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെറ്റ് കൊണ്ട്, നമ്മുടെ ബാലൻസ് വന്ന നെറ്റ് കൊണ്ട് നമ്മൾ അടിപൊളി ഒരു കുട്ടി ഉടുപ്പ് കൂടെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തയ്ച്ച് തന്നെ വേസ്റ്റ് തുണി ഒന്നും കളയരുതെന്ന് പറയുന്നത്. നമുക്കിതുപോലെ ചെറുതര ഉടുപ്പുകളോ എന്തെങ്കിലുമൊക്കെ തയ്ച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് വീണ്ടും ക്യൂൻസ് ഗാലറി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.